നമസ്കാരം കൂട്ടുകാരെ, വെഡ്ഡിംഗ് എഗ്രിമെന്റ് എന്ന സീരീസിന്റെ കഥ പറയുന്ന 2ാം എപ്പിസോഡാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ബിയാന്റെ കുടുംബവും താരയുടെ കുടുംബവും തമ്മിൽ വലിയ അടുപ്പമുണ്ടായിരുന്നു. കടക്കിണിയിൽപ്പെട്ട് ബിയാന്റെ വാപ്പ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് വലിയൊരു തുക ചെക്ക് എഴുതി കൊടുത്ത് അന്ന് ബിയാന്റെ കുടുംബത്തെ സഹായിച്ചത് താരയുടെ വാപ്പയാണ്. അതിന്റെ കടപ്പാടും നന്ദിയും ബിയാന്റെ കുടുംബത്തിന് എന്നുമുണ്ടായിരുന്നു. താരയുടെ ഉമ്മയും ബിയാന്റെ ഉമ്മയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മക്കൾ ഒന്നിച്ച് കളിക്കുന്നതും മറ്റും നോക്കി അവരെപ്പോഴും ഏറെ സന്തോഷിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് അവരുടെ അടുപ്പവും അവർ തമ്മിലുള്ള യോജിപ്പും ഒക്കെ കണ്ട് ബിയാന്റെ ഉമ്മ അവർ രണ്ടുപേരും വലുതായി കഴിയുമ്പോൾ നമുക്കവരെ വിവാഹം കഴിപ്പിക്കാം എന്നൊരു അഭിപ്രായം പറഞ്ഞത്. താരയുടെ ഉമ്മയ്ക്കും അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ബിയാനെയും താരയെയും അടുത്ത് വിളിച്ച് ബിയാന്റെ ഉമ്മ പറഞ്ഞു, വലുതായി കഴിയുമ്പോ നീ ആയിരിക്കും താരയെ നോക്കുന്നതൊക്കെയും. അതുകൊണ്ട് താരയെ വിഷമിപ്പിക്കുകയോ അവളോട് വഴക്കുണ്ടാക്കുകയോ ഒന്നും ചെയ്യരുതട്ടോ. ഓക്കെ ഉമ്മ. കുട്ടിയായ ബിയാൻ അന്ന് മറുപടി പറയുകയും ചെയ്തിരുന്നു. വർഷങ്ങൾ ഒരുപാട് പിന്നിട്ട് പോയി. താര വളർന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം. അപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. സന്തോഷത്തോടെ ഒരിക്കൽ താരയും വാപ്പയും ഉമ്മയും കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. എതിരെ നിയന്ത്രണം വിട്ടുവന്നൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് അവരുടെ കാർ അപകടത്തിൽപ്പെട്ടു. താരയുടെ വാപ്പയും ഉമ്മയും സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു. താര മാത്രമായിരുന്നു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. താരയെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ചോദിച്ച് ബിയാനും ഉമ്മയും താരയുടെ സംരക്ഷണമുള്ള അവളുടെ പിതൃജ്യേഷ്ഠന്റെയും ഭാര്യയുടെയും അടുത്തെത്തി. പക്ഷെ അവളുടെ വല്യച്ഛൻ താരയെ തങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം എന്ന നിലപാടായിരുന്നു എടുത്തത്. ബിയാന്റെ അച്ഛൻ അന്ന് വല്യച്ഛനോട് പറഞ്ഞു, താരയെ ഞങ്ങളുടെ മകളെ പോലെയാണ് ഞങ്ങൾ എപ്പോഴും കാണുന്നത്. അതുകൊണ്ട് എന്താവശ്യം വന്നാലും ചോദിക്കാൻ മടിക്കരുത്. അവരേവരും തന്നെ വളരെയധികം നല്ല മനുഷ്യരായിരുന്നു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. താര യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേറ്റ് ആയി. അതും ഗോൾഡ് മെഡൽ അടക്കം നേടിയുള്ള വളരെ വലിയ വിജയം. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഗ്രാജുവേഷന് ശേഷം അവളുടെ വല്യച്ഛനും വല്യമ്മയും അവളോട് സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ബിയാന്റെ വാപ്പ എന്നെ കാണാൻ വന്നിരുന്നെന്നും താരയെ മകൻ ബിയാനു വേണ്ടി വിവാഹം ആലോചിച്ചു എന്നും വല്യച്ഛൻ അവളോടായി പറഞ്ഞു. അവൾക്ക് ഓക്കെയാണെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാം എന്ന തരത്തിൽ വല്യച്ഛൻ സംസാരിച്ചിരുന്നു. താരി അല്പം കൺഫ്യൂസ്ഡ് ആയിരുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എനിക്കും സമ്മതമാണ് എന്ന് താരി പറഞ്ഞു. മിസ്റ്റർ യാസീനും ഭാര്യയും നല്ല മനുഷ്യരാണ്. അവർ വളർത്തിയ മകനും നല്ലവർ തന്നെ ആയിരിക്കുമല്ലോ. നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ. എന്തായാലും നിന്റെ വാപ്പ നല്ലവരല്ലാത്ത ആളുകളുമായി ഇടപാടുകൾ വെക്കാത്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നാ തോന്നുന്നത്. അങ്ങനെയായിരുന്നു താരയുടെയും ബിയാന്റെയും വിവാഹം സംഭവിക്കുന്നത്. പഴയ ആ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിച്ച് താര നിൽക്കുമ്പോ അമ്മ അവളുടെ അടുത്തു ചെന്നു. എന്താ അവൾ ദുഃഖിച്ചിരിക്കുന്നതെന്നും ബിയാനാണോ കാരണമെന്നും ചോദിച്ചു. താരയാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആദ്യം പറയാൻ അവൾ മടിച്ചെങ്കിലും അമ്മ പിന്നെയും ചോദിച്ചപ്പോ അവൾ പറഞ്ഞു, ശരിക്കും ഞാൻ എന്താ ചെയ്യണ്ടേ? ബിയാൻ പറയുന്ന പോലെ എഗ്രിമെന്റിലുള്ള പോലെ ജീവിക്കണോ? ഒരു ഭാര്യയുടെ ഡ്യൂട്ടി ഒന്നും ചെയ്യണ്ടേ? ഭാര്യയുടെ ഡ്യൂട്ടികൾ നിർവഹിച്ചില്ലെങ്കിൽ ഞാനൊരു മോശം സ്ത്രീയായി പോവില്ലേ? നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി നിന്നോടൊരു ഭർത്താവിന്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോ പിന്നെ അതിലൊന്നും കാര്യമില്ല. നിന്നോട് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് അതല്ലേ, അയാൾക്ക് വേണ്ടിയൊന്നും ചെയ്തു കൊടുക്കണ്ടെന്ന് എന്നായിരുന്നു അമ്മയുടെ മറുചോദ്യം. കൂട്ടത്തിൽ നീ അയാളെ പറ്റി ഇത്ര വറീഡാവുന്നത് എന്തിനാ? അയാളിപ്പോ അയാളുടെ ആ കാമുകിക്കൊപ്പമായിരിക്കും എന്നും പറയുന്നുണ്ട്. അമ്മ പറഞ്ഞതും ശരിയായിരുന്നു. ബിയാൻ അപ്പോൾ സാറയ്ക്കൊപ്പം കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. സാറ ആ അടുത്ത് കാർ ഡ്രൈവ് ചെയ്ത് പഠിച്ചിട്ടേയുള്ളൂ. സാറയ്ക്കൊപ്പം കാറിൽ സഞ്ചരിക്കുമ്പോ അവരുടെ സംസാര വിഷയവും അത് തന്നെയായിരുന്നു. സാറ പറഞ്ഞു, എല്ലായിടത്ത് പോകുമ്പോഴും എന്നെ കൊണ്ടുപോവാമെന്ന് നീ എന്നെ ആകെ ചീത്തയാക്കി കളഞ്ഞു. കാർ ഓടിക്കാൻ തന്നെ ഞാൻ ഈ അടുത്താ പഠിച്ച്. സ്പീഡിൽ ഓടിക്കണ്ട. ബിയാൻ പിന്നെയും സാറയോട് പറഞ്ഞു. പിന്നെ നിനക്ക് എന്താവശ്യം വന്നാലും നീ അപ്പോ തന്നെ എന്നെ വിളിച്ചു, ഞാൻ ഓടി വന്നോളാം. അതിന് നീ ഇപ്പൊ എന്റെ ഭർത്താവല്ലല്ലോ എന്നായിരുന്നു സാറ പറഞ്ഞത്. ബിയാനെ അത് തെല്ല് വേദനിപ്പിക്കാതിരുന്നില്ല. അങ്ങനൊന്നും പറയരുത് സാറ, ബിയാൻ അവളോടായി പറഞ്ഞു. പെട്ടെന്ന് ബിയാന്റെ ഫോൺ റിങ് ചെയ്തു. ബിയാന്റെ മുഖം അല്പം അസ്വസ്ഥമായിരുന്നു. നിന്റെ ഭാര്യയാണോ വിളിക്കുന്നേ? സാറ ചോദിച്ചു. അല്ല, ഉമ്മയാണ്, ബിയാൻ മറുപടി പറഞ്ഞു. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയ ബിയാൻ താരയുടെ മുറിയിൽ മുട്ടി. ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞോളൂ എന്ന് താരി പറഞ്ഞപ്പോ, ഇന്ന് വൈകുന്നേരം ഒരു ഫാമിലി ഡിന്നർ ഉണ്ട്, നമുക്ക് പോണം എന്നായിരുന്നു ബിയാൻ പറഞ്ഞത്. ഇന്ന് വൈകുന്നേരോ? ഞെട്ടലോടെ താരി ചോദിച്ചു. എന്താ പ്രത്യേകിച്ച് എന്ന് ചോദിച്ചപ്പോ, ഇന്നെന്റെ വാപ്പയുടെ പിറന്നാളാണ് എന്ന് ബിയാൻ പറഞ്ഞു. താരിക്കതല്പം ഷോക്കിംഗ് ആയിരുന്നു. പെട്ടെന്ന് പുറപ്പെടണം, ഗിഫ്റ്റ് പോലും മേടിച്ചിട്ടില്ല. അതിനെപ്പറ്റി അവൾ ചോദിച്ചപ്പോ, അതൊന്നും വേണ്ടെന്നും നമ്മൾ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവരെ കാണുന്നു, തിരിച്ചു പോരുന്നു, ആകെ ഇത്രയുള്ളൂ എന്ന് ബിയാൻ പറഞ്ഞു.
എങ്കിൽ താൻ തയ്യാറാകട്ടെ എന്ന് പറഞ്ഞ് താരി അകത്തു പോവാൻ നോക്കിയപ്പോ ഒരു നിമിഷം എന്ന് പറഞ്ഞ് ബിയാൻ പിന്നെയും പിടിച്ചു നിർത്തി. കുടുംബത്തിനു മുമ്പിൽ നമ്മൾ അകന്നാ കഴിയുന്നത് എന്നറിയരുതെന്നും സന്തോഷത്തോടെ ജീവിക്കുന്ന കപ്പിൾസിനെ പോലെ പെരുമാറണം എന്നും ബിയാൻ ആവശ്യപ്പെട്ടു. താരിക്കും അതിൽ എതിർപ്പുണ്ടായിരുന്നില്ല. അതിനാദ്യം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം, അവിടെ അവർക്ക് മുമ്പിൽ കൈപിടിച്ച് നടക്കണം എന്നൊക്കെ ബിയാൻ പറഞ്ഞു. താരിക്ക് അതിലൽപ്പം മടിയുണ്ടായിരുന്നു. എങ്കിലും ബിയാൻ നിർബന്ധിച്ചപ്പോ താരി തയ്യാറായി. വീടിനകത്തൂടെ പരസ്പരം കപ്പിൾസിനെ പോലെ കൈകോർത്ത് പിടിച്ച് എങ്ങനെ നടക്കണം എന്നവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ആദ്യഘട്ടത്തിൽ രണ്ട് അപരിചിതരെ പോലെ അകലത്തിൽ കൈപിടിച്ചായിരുന്നു അവർ നടന്നിരുന്നതെങ്കിലും ബിയാൻ ഒരു തരത്തിൽ താരിയുടെ മടിയൊക്കെ മാറ്റി കപ്പിൾസിനെ പോലെ കൈകോർത്ത് പിടിച്ച് എങ്ങനെ നടക്കണം എന്ന് പ്രാക്ടീസ് ചെയ്ത് താരിക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ബർത്ത്ഡേ പാർട്ടി നടക്കുന്നിടത്തേക്ക് അവർ എത്തിച്ചേരുകയാണ്. കുടുംബത്തിലെ പല ബന്ധുക്കളും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സന്തോഷത്തോടെ ബിയാന്റെ ഉമ്മ താരിയെ സ്വാഗതം ചെയ്തു. വന്നപാടെ ഉമ്മയുടെ ആരോഗ്യത്തെ പറ്റിയൊക്കെ താരി തിരക്കിയിരുന്നു. ബിയാന്റെ ഉമ്മ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ കടന്നു പോവുകയാണ്. മറ്റ് ക്യാൻസർ പേഷ്യൻസിനെ അപേക്ഷിച്ച് തന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു പോരുന്നുണ്ട് മോളെ, ദൈവത്തിന് സ്തുതി എന്നായിരുന്നു ബിയാന്റെ ഉമ്മ താരിയോട് പറഞ്ഞത്. വൈകാതെ താരി ബിയാന്റെ വാപ്പയെയും കണ്ടു, ആശംസകൾ അറിയിച്ചു. അവർ ഒന്നിച്ച് ഒരു ടേബിളിൽ സംസാരിക്കാനിരുന്നു. ബിയാന്റെ സഹോദരി കിനാനും അവിടുണ്ടായിരുന്നു. അവരുടെ വിവാഹ ജീവിതത്തെ പറ്റിയും സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത് എന്നും ബിയാന്റെ ഉമ്മ താരിക്കടുത്ത് ചോദിച്ചു. അല്ലെങ്കിലും ചിരിച്ചുകൊണ്ട് അതേ എന്ന് താരി മറുപടി പറഞ്ഞു. താരി നല്ല ഭക്ഷണം ഉണ്ടാക്കുമോ എന്നുള്ള ചോദ്യം ബിയാനെ തേടിയും എത്തിയിരുന്നു. ഒരു തരത്തിൽ അവൾ നന്നായി കുക്ക് ചെയ്യുമെന്നും അവളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതൊക്കെയാണ് എന്ന മട്ടിൽ താരിയുടെ സഹായത്തോടെ ബിയാൻ കളവ് പറയുകയും ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെയാണ് താരിയുടെ ബിസിനസിനെ പറ്റി ബിയാന്റെ വാപ്പ ചോദിക്കുന്നത്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് താരി പറഞ്ഞു. അങ്ങനാണെ നീ എന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് അത് കുറച്ച് സപ്ലൈ ചെയ്യ്, നിനക്ക് വളരെ വലിയൊരു ബിസിനസ് വുമണായി മാറാമല്ലോ എന്ന് ബിയാന്റെ വാപ്പ പറഞ്ഞു. സീരിയസ് ആയിട്ടാണോ വാപ്പ ഈ പറയുന്നേ എന്നായിരുന്നു താരി ചോദിച്ചത്. അതേ എന്ന് വാപ്പ മറുപടി പറയുകയും ചെയ്തു. അവരുടെ സംസാരം അങ്ങനെ തുടർന്നു പോകെ അങ്ങോട്ടേക്ക് ബിയാന്റെ കസിൻ അൽത്തി കടന്നു വന്നു. അൽത്തിയെ കണ്ടതും ബിയാൻ അല്പം അസ്വസ്ഥനാകുന്നുണ്ടായിരുന്നു. താരിയുടെ കാലിൽ ശക്തമായി ബിയാൻ ചവിട്ടി. താരി വേദനയെടുത്ത് മുഖഭാവം മാറ്റി വേദനയുടെ ശബ്ദമുണ്ടാക്കിയതും താരിക്ക് വലിയ സുഖമുണ്ടായിരുന്നില്ല. ഞങ്ങളെന്നാ പോകുക എന്ന് പറഞ്ഞ് അവിടെ ഒരുപാട് നേരം ഇരിക്കാതെ താരിയെയും കൂട്ടി ബിയാൻ തിരികെ പോന്നു. തിരികെ പോരുമ്പോ താരി ബിയാനെടുക്കൽ എന്താ ഭക്ഷണം പോലും കഴിക്കാതെ അങ്ങനെ തിരികെ പോന്നേ, വാപ്പാക്കും ഉമ്മാക്കും അത് സങ്കടമായിട്ടുണ്ടാകും എന്നൊക്കെ ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല എന്ന ഭാവമായിരുന്നു ബിയാന്. അൽത്തി വന്നതുകൊണ്ടാണോ പോന്നത് എന്ന് ചോദിച്ചപ്പോ ബിയാൻ അല്പം അസ്വസ്ഥനായി. അൽത്തിയുമായി അധികം കമ്പനി വേണ്ടെന്നും സംസാരിക്കണ്ടെന്നും ബിയാൻ അവളോട് പറഞ്ഞു. നിങ്ങളുടെ കസിനല്ലേ, സംസാരിച്ചാൽ എന്താ എന്നായിരുന്നു അവൾ ചോദിച്ചത്. അൽത്തി പണ്ട് തൊട്ടേ തന്റെ സുഹൃത്തായിരുന്നെന്നും താനും സാറയും തമ്മിലുള്ള റിലേഷനൊക്കെ അവൻ അറിയാമെന്നും അതുകൊണ്ടാണെന്നും ബിയാൻ അവളോട് പറഞ്ഞു. താരി അല്പം അസ്വസ്ഥയായിരുന്നു. ഇപ്പോഴും നിങ്ങൾ അവളെ കാണുന്നത് അവൻ അറിയാമോ എന്ന് താരി ചോദിച്ചപ്പോ ചെറിയൊരു മൂളൽ മാത്രമായിരുന്നു ബിയാന്റെ മറുപടി. നമ്മുടെ എഗ്രിമെന്റിനെ പറ്റിയൊന്നും അൽത്തി അറിയരുത് എന്നൊക്കെ ബിയാൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. തനിക്ക് കോമ്പൻസേഷൻ വേണം എന്നായി ആ സമയം താരി. എന്തു കോമ്പൻസേഷൻ എന്ന മട്ടിൽ ബിയാൻ ചോദിച്ചു. നമ്മുടെ ദാമ്പത്യം സന്തോഷകരമല്ലാതിരുന്നിട്ടും നിങ്ങളുടെ പാരന്റ്സിന് മുമ്പിൽ ഞാനിപ്പോ സന്തോഷത്തോടെ അഭിനയിച്ചില്ലേ, നിങ്ങൾക്ക് വേണ്ടി എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് വേണം. എന്ത് ഗിഫ്റ്റാ വേണ്ടത്? ഡ്രസ്സ്, ജ്വല്ലറി, ബാഗ് എന്ന് ബിയാൻ ചോദിച്ചു. അതൊന്നും വേണ്ട, എന്റെ കൂടെ ഗ്രോസറി ഷോപ്പിങ്ങിന് വരാമോ എന്നായിരുന്നു താരിയുടെ ചോദ്യം. അത് കേട്ട് അവനൊന്ന് ഞെട്ടിയിരുന്നു. എന്നിരുന്നാലും നോ പറയാൻ പറ്റില്ലല്ലോ. താരിക്കൊപ്പം അവൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി. താരി അവസരം മുതലെടുത്തിരുന്നു. ബിയാനെ കൊണ്ട് കാർട്ട് തള്ളിക്കുകയും ഭർത്താവിനോട് എന്ന പോലെ ബിയാനോട് പെരുമാറുകയും ചെയ്തു. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്നും തനിക്ക് വിശക്കുന്നുണ്ടെന്നും അടുത്തുള്ള റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാം എന്നും അവൾ ആവശ്യപ്പെട്ടു. ബിയാനും അതിന് സമ്മതിച്ചു. നീ പോയി ഭക്ഷണം ഓർഡർ ചെയ്യ്, ഞാൻ കാറിൽ കൊണ്ടുപോയി ഗ്രോസറി ഒക്കെ വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ബിയാൻ പോയി. അടുത്തുള്ള റെസ്റ്റോറന്റിൽ പോയി ഇഷ്ടപ്പെട്ട ഭക്ഷണം താരി ഓർഡർ ചെയ്ത് ബിയാനെ കാത്തിരിക്കാൻ തുടങ്ങി. സമയമേറെ വൈകിയിട്ടും ബിയാൻ വരുന്നുണ്ടായിരുന്നില്ല. മണിക്കൂറുകൾ പിന്നിട്ടു. ഒടുവിൽ ബിയാനെ കാണാതെ താരി വിളിച്ചു നോക്കി. അപ്പോഴാണ് അറിയുന്നത് വേഗത്തിൽ കാർ ഓടിച്ച് സാറ മറ്റൊരു കാറിന്റെ പിന്നിൽ പോയി ഇടിച്ചിരുന്നു. സാറ വിളിച്ച് അത് കോംപ്രമൈസ് ചെയ്യുവാൻ ബിയാൻ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. സാറയ്ക്കൊപ്പം ഡിന്നർ കഴിക്കാനും ബിയാൻ അവിടെ നിന്ന് പോകും. അത് കേട്ടതും താരി ആകെ തന്നെ തകർന്നുപോയി. ദുഃഖത്തോടെ അവൾ ആ റെസ്റ്റോറന്റിൽ ഇരുന്നു കരഞ്ഞു. അന്ന് ബിയാൻ തിരികെ വീട്ടിലേക്ക് വരുമ്പോ താരി വാതിൽക്കൽ ബിയാനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കോൺട്രാക്റ്റിനെ പറ്റി നമുക്കൊന്ന് സംസാരിക്കണം എന്ന് താരി ഗൗരവത്തിൽ പറഞ്ഞു. എന്താ പ്രത്യേകിച്ച് എന്ന മട്ടിൽ ബിയാൻ ചോദിച്ചപ്പോ നിങ്ങൾ ഇനി ആ സ്ത്രീയെ കാണാൻ പോവരുത് എന്നായിരുന്നു താരി പറഞ്ഞത്.
പറ്റില്ലെന്ന് ബിയാൻ പറഞ്ഞു. നമ്മുടെ ബന്ധുക്കളോ വാപ്പയോ ആരെങ്കിലും അത് കണ്ട പ്രശ്നമാകും. നമ്മുടെ വിവാഹം അറിയാവുന്നവർ അതൊന്നും ആരും കാണില്ല എന്ന മട്ടിൽ ഒഴിവുകഴിവുകൾ ബിയാൻ പറയുകയായിരുന്നു. അതൊന്നും ഇഷ്ടപ്പെടാതെ ബിയാൻ ദേഷ്യപ്പെടുകയും ചെയ്തിരുന്നു. താരി പറഞ്ഞു, എനിക്കറിയാം നമ്മുടെ ഈ വിവാഹം അറേഞ്ച് ചെയ്യപ്പെട്ടത് തന്നെയാണ്. നിന്റെ മേൽ ഫോഴ്സ് ചെയ്യപ്പെട്ട് നീ എന്നെ വിവാഹം കഴിച്ചതായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനല്ല. അതപ്പോ നിന്റെ പ്രോബ്ലം അല്ലേ, എന്റേതല്ലോ എന്നായിരുന്നു ബിയാൻ ചോദിച്ചത്. വിവാഹം എന്ന് പറയുന്നത് മഹത്തായ ഒന്നാണ്. ഏതു മഹത്വം? ഈ വിവാഹം വെറും തട്ടിപ്പ് വിവാഹമല്ലേ, നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച വിവാഹം. ദേഷ്യത്തോടെ ബിയാൻ അതൊക്കെ പറയുമ്പോ താരി ദുഃഖിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ താരി പറഞ്ഞു, ഒരു കൊല്ലം നിങ്ങൾ എനിക്ക് അനുവദിച്ചിട്ടില്ലേ, അതുകൊണ്ട് ഭാര്യയോടെന്ന പോലുള്ള ബഹുമാനവും എന്റെ കുടുംബത്തോടും അതുപോലുള്ള ബഹുമാനവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു കൊല്ലമെങ്കിലും എന്നെ നല്ലൊരു ഭാര്യയായി നിങ്ങൾ പരിഗണിക്കണം. ബിയാന് പെട്ടെന്ന് അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് ബിയാൻ പറഞ്ഞു. എന്താ ഇത്ര ആലോചിക്കാനുള്ളത് എന്ന് താരി ചോദിച്ചപ്പോ ബിയാന് ദേഷ്യം വന്നു. ബിയാൻ തിരിഞ്ഞ്, ഇതൊന്നും നിനക്ക് പറ്റില്ലേ, എളുപ്പമുള്ള വഴിയുണ്ട്, നേരെ കോർട്ടിൽ പൊക്കോ, ഡിവോഴ്സ് ഫയൽ ചെയ്തോ എന്ന് പറഞ്ഞ് ബിയാൻ നേരെ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. പിറ്റേന്ന് പുലർച്ചെ ബിയാൻ തനിച്ച് താരിയോട് സംസാരിച്ചു. താൻ ആലോചിച്ചെന്നും അന്നു മുതൽ പബ്ലിക് പ്ലേസിൽ വെച്ച് സാറയെ കാണില്ലെന്നും താരിയോടായി പറഞ്ഞു. അങ്ങനെ കണ്ടാലോ എന്ന് താരി ചോദിച്ചപ്പോ കാണില്ലെന്ന് തറപ്പിച്ച് ബിയാൻ പറയുകയാണ്. ബിയാൻ അത് കഴിഞ്ഞ് പുറത്ത് തന്റെ ഫ്രണ്ട്സിനൊപ്പം കളിക്കാൻ പോവാൻ നിൽക്കുകയായിരുന്നു. ആ സമയം തന്റെ വല്യച്ഛനും വല്യമ്മയും ഇന്ന് ഗസ്റ്റായി വീട്ടിൽ വരുന്നുണ്ട് എന്ന് താരി പറഞ്ഞു. എന്നോട് പറയാതെ ഇപ്പോഴാണോ വരുന്നേ എന്ന മട്ടിൽ ബിയാൻ ദേഷ്യപ്പെടാൻ തുടങ്ങിയതും അവര് കുറച്ചു മുന്നേയെ എന്നെയും വിളിച്ച് നിങ്ങൾ പോവരുത് എന്നവൾ ആവശ്യപ്പെട്ടു. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ബിയാൻ പോവാൻ ഇറങ്ങുമ്പോഴേക്കും അവർ വന്നെത്തിയിരുന്നു. ബിയാൻ അതോടെ പോവാൻ സാധിച്ചില്ല. മാത്രമല്ല അന്നൊരു ദിവസം അവിടെ തങ്ങാനുള്ള ഉദ്ദേശത്തിലായിരുന്നു അവർ എത്തിയിരുന്നതും. ബിയാനും താരിയും ആകെ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. താരിക്ക് ആദ്യം അതിന്റെ പ്രശ്നം മനസ്സിലായില്ല. ബിയാൻ വിളിച്ച താരിയോട് ആകെയുള്ള 2 മുറിയിൽ ഒരു മുറി താരിയുടേതാണ്, ആ മുറിയിലാണ് അവളുടെ വസ്തുക്കളുള്ളത്, അത് അവർ കണ്ടാൽ പ്രശ്നമാവില്ലേ എന്ന് ചോദിച്ചപ്പോ താരി ആ അപകടത്തെപ്പറ്റി തിരിച്ചറിഞ്ഞു. അതോടെ വല്യച്ഛന്റെയും വല്യമ്മയുടെയും ശ്രദ്ധ തിരിച്ച് താരിയുടെ മുറിയിലെ വസ്തുക്കൾ ബിയാൻ മുകളിലെ മുറിയിലേക്ക് മാറ്റുകയാണ്. പിന്നീട് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അന്ന് നിർബന്ധിതാവസ്ഥയിൽ താരിയുണ്ടാക്കിയ ഭക്ഷണം ബിയാന് കഴിക്കേണ്ടി വരികയാണ്. ഭക്ഷണത്തെപ്പറ്റി ചോദിച്ചപ്പോ വളരെ രുചികരമായിട്ടുണ്ട് എന്ന് ബിയാൻ പറഞ്ഞു. ശരിക്കും നല്ലതാണോ എന്ന് താരി ചോദിച്ചു. അതേ എന്ന് ബിയാൻ പറഞ്ഞതും ആ മറുപടി താരിയെ സന്തോഷിപ്പിച്ചിരുന്നു. അന്നാണ് താരിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വല്യച്ഛനിൽ നിന്ന് ബിയാൻ മനസ്സിലാക്കുന്നത്. താരിയുടെ പാരന്റ്സ് അപകടത്തിൽ മരണപ്പെട്ടതിനെ പറ്റിയും പിന്നീട് താരി കടന്നുപോയ ദുഃഖകരമായ അവസ്ഥകളെ പറ്റിയും മക്കളില്ലാത്ത വല്യച്ഛനും വല്യമ്മയും അവളുടെ സംരക്ഷണം ഏറ്റെടുത്തതിനെ പറ്റിയുമൊക്കെയും വല്യച്ഛൻ ബിയാനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ എനിക്കല്പം ഭയമുണ്ടായിരുന്നുവെന്നും ഇപ്പോൾ എന്റെ താരിയെ സുരക്ഷിതമായ കരങ്ങളിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നോർക്കുമ്പോൾ ആശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ബിയാന് അല്പം വല്ലായ്മ തോന്നിയെങ്കിലും അതവൻ പുറമേ കാണിച്ചില്ല. മറുവശത്ത് താരിയുടെ വല്യമ്മ താരിയുമായി സംസാരിക്കുകയായിരുന്നു. താനും താരിയുടെ വല്യച്ഛനും വിവാഹം കഴിഞ്ഞ നാളുകളിൽ അത്ര അടുപ്പത്തിലൊന്നും ആയിരുന്നില്ലെന്നും വല്യച്ഛനെ താൻ ഒരുപാട് ദ്രോഹിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെന്നും പിന്നീട് പതിയെ പതിയെ അദ്ദേഹത്തിന്റെ ക്ഷമ കൊണ്ട് എന്നെ മാറ്റിയെടുക്കുകയായിരുന്നുവെന്നും പിന്നെയാണ് ഞങ്ങൾ അത്രമേൽ സ്നേഹത്തിലായി മാറിയത് എന്നും അവർ താരിയോട് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ താൻ ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിച്ചിരുന്നെന്നും ആ സമയത്ത് വിവാഹമോചനം എന്നത് പിശാച് തുറക്കുന്ന വഴിയാണെന്നും നമ്മൾ അതിലേക്ക് പോവരുതെന്നും വല്യച്ഛൻ തന്നെ ഉണർത്തിയെന്നും അവർ താരിയോട് വിശദമായി പറഞ്ഞു. രാത്രിയിലെ ഭക്ഷണശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുവാൻ ബിയാൻ താരിയെ സഹായിക്കുന്നുണ്ടായിരുന്നു. ആ സമയം ബിയാൻ താരിയോട് സംസാരിച്ചു. താരിയുടെ ബിസിനസിനെ പറ്റിയായിരുന്നു ബിയാൻ ചോദിച്ചത്. ഫ്രോസൺ ഫുഡിന്റെ ബിസിനസ്സാണ് തനിക്കുള്ളത് എന്ന് താരി പറഞ്ഞു. എന്ത് വരുമാനം കിട്ടും എന്ന മട്ടിലായി ബിയാന്റെ അടുത്ത ചോദ്യം. അതൊക്കെ കച്ചവടം അനുസരിച്ചല്ലേ, എന്നാലും മാസം ഒരു ആവറേജ് എന്ത് വരുമാനമുണ്ടാകും എന്ന് ബിയാൻ വീണ്ടും തിരക്കി. അതിപ്പോ മാസം ശരാശരി ഒരു 70,000 ബിയാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചു. 70 ലക്ഷമാണ് എന്നായിരുന്നു താരിയുടെ മറുപടി. ബിയാൻ ഒന്ന് ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. നീ കാര്യമായിട്ട് പറയുന്നതാണോ ബിയാൻ ചോദിച്ചു. അതേ എന്ന് താരി പറഞ്ഞു. എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്തു എന്ന് ബിയാൻ ചോദിച്ചപ്പോ വർഷങ്ങളായി താനിത് ചെയ്യുന്നതല്ലേ എന്നായിരുന്നു താരിയുടെ മറുപടി. കുറച്ചു കഴിഞ്ഞ് ബിയാൻ മുറിയിലേക്ക് പോയി. വല്യച്ഛനും വല്യമ്മയും ഉള്ളതുകൊണ്ട് അവർക്കന്ന് ഒരേ മുറിയിൽ കിടക്കണമായിരുന്നു. മടിയോടെയായിരുന്നു താരി ബിയാന്റെ മുറിയിലെത്തിയത്. ബിയാന്റെ ടേബിളിൽ അവന്റെയും സാറയുടെയും ഫോട്ടോ കണ്ട് താരിക്ക് ദേഷ്യം വന്നു. ആ ഫോട്ടോ അവൾ തലകീഴായി വെച്ചു. ശേഷം ബിയാൻ എതിർവശത്തായി കട്ടിലിൽ താരി കയറി കിടന്നു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ആ സമയം താരി കുറച്ചു നേരം നോക്കിയിരുന്നു. ഇടയ്ക്ക് ബിയാൻ ഒന്ന് ഉറക്കം ഞെട്ടി. തന്റെ അരികിൽ കിടന്നുറങ്ങുന്ന താരിയെ ബിയാനും കുറച്ചു നേരം
നേരം നോക്കിയിരുന്നു. പിറ്റേന്ന് പുലർച്ചെ തന്നെ പ്രഭാത നിസ്കാരത്തിന് പോകുവാൻ താരി ബിയാനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. വല്യച്ഛനുള്ളതുകൊണ്ട് വല്യച്ഛനൊപ്പം പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത്. അദ്ദേഹം താഴെ കാത്തു നിൽക്കുകയാണെന്നും അറിയിച്ചു. പള്ളിയിലൊന്നും പോവാത്ത ബിയാന് ആദ്യം അതല്പം കഷ്ടതയുള്ള കാര്യമായിരുന്നെങ്കിലും മറ്റു വഴികളില്ലാതെ ബിയാൻ തയ്യാറായി വല്യച്ഛനൊപ്പം പള്ളിയിലേക്ക് പുറപ്പെട്ടു. പള്ളിയിൽ വെച്ച് അവിടുത്തെ ഉസ്താദിനെ ബിയാൻ എതിരിടേണ്ടി വന്നിരുന്നു. വല്യച്ഛനോട് എന്നും പള്ളിയിൽ പോകുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ മീറ്റ് ചെയ്യുമ്പോ വല്യച്ഛൻ അക്കാര്യം ബിയാനെ പറ്റി പറഞ്ഞപ്പോ ബിയാൻ ആകെയൊന്ന് എളിപ്പനായി. കള്ളം പിടിക്കപ്പെടാതിരിക്കുവാൻ ബിയാന് വലിയ തോതിൽ ഉരുണ്ടു കളിക്കേണ്ട വന്നു. എന്തായാലും വല്യച്ഛന്റെയും വല്യമ്മയുടെയും താമസം അന്ന് പുലർച്ചയോടെ അവസാനിക്കുകയാണ്. പ്രഭാത ഭക്ഷണത്തിന് ശേഷം പ്രിയപ്പെട്ട മക്കളോട് യാത്ര പറഞ്ഞ് സംതൃപ്തിയോടെ താരിയുടെ വല്യച്ഛനും വല്യമ്മയും മടങ്ങിപ്പോയി. അവർ പോയി കഴിഞ്ഞതും ബിയാൻ പറഞ്ഞു, നമ്മളിപ്പോ തുല്യരായി. എങ്ങനെ? താരി ചോദിച്ചു. നീ എന്റെ കുടുംബത്തെ സന്തോഷിപ്പിച്ചു, ഞാൻ ദാ ഇപ്പോ നിന്റെ കുടുംബത്തെയും. നീ എന്റെ കുടുംബത്തിന് മുമ്പിൽ നമ്മൾ ഹാപ്പി കപ്പിൾസ് എന്ന പോലെ അഭിനയിച്ചു. ഞാനിപ്പോ നിന്റെ കുടുംബത്തിന്റെ മുമ്പിലും അഭിനയിച്ചു. ഞാനൊരിക്കലും നിങ്ങളുടെ കുടുംബത്തിന് മുമ്പിൽ അഭിനയിച്ചിരുന്നില്ല, ഇപ്പോഴും അഭിനയിക്കുന്നില്ല. താരിയുടെ വാക്കുകളിൽ വേദന നിറഞ്ഞിരുന്നു. അതൊന്നും എന്റെ വിഷയമല്ല, ഞാൻ സാറയെ കാണാൻ പോവുകയാണ് എന്ന് ബിയാൻ പറഞ്ഞു. താരി വല്ലാതെ അസ്വസ്ഥയായി. നീ എന്തു വിചാരിച്ചു? അവർ വന്നതുകൊണ്ടും നമ്മളൊരു മുറി കിടന്നതുകൊണ്ടും ഞാനൊക്കെ മറക്കുമെന്നോ? എഗ്രിമെന്റിന്റെ കാര്യമൊന്നും നീ മറക്കണ്ട. അതും പറഞ്ഞ് ബിയാൻ അവിടെ നിന്ന് പോയി. ഏറെ ദുഃഖത്തോടെ തന്റെ അവസ്ഥയെപ്പറ്റി ആലോചിച്ച് താരി അവിടെ തന്നെ നിന്നുപോയിരുന്നു. ആദർശത്തോടെ 2ാം എപ്പിസോഡ് അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.